السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാം, ഒരു വലിയ സുദീർഘമായ ഹദീസാണ്. അതിൽ കാണാം, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തുറുഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴികളിൽ ചുറ്റി സഞ്ചരിക്കുന്നതായ ചില മലായികത്തുകളുണ്ട്. യൽതമിസൂന അഹ്ലദ് ദിക്ർ, അവർ അന്വേഷിക്കുന്നത് ദിക്റിൻ്റെ അഹ്ലുകാരെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുന്ന, പരാമർശിക്കുന്ന, അവനെ തസ്ബീഹ് ചെയ്യുന്ന ഒക്കെ ആളുകളെ അന്വേഷിക്കുന്ന ചില മലായികത്തുകൾ അല്ലാഹുവിനുണ്ട്. فإذا وجدوا قوما يذكرون الله تنادوا هلموا إلى حاجتكم. അവരെങ്ങാനും അള്ളാഹുവിനെ സ്മരിക്കുന്നവരായ ആളുകളെ കണ്ടെത്തുകയാണ് എങ്കിൽ തനാദൗ, അവർ വിളിച്ചു പറയും, ഹലുമു ഇലാ ഹാജത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ഹാജത്തിലേക്ക്, നിങ്ങളുടെ ആവശ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെയാണ് അന്വേഷിക്കുന്നതും. ദിക്റിൻ്റെ മജ്ലിസുകളെയും അള്ളാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസുകളെയൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫയഹഫൂനഹും ബിഅജ്നിഹതിഹിം ഇലസ്സമാഇ ദുനിയ. അവർ, ആ മലക്കുകൾ അവരുടെ ചിറകുകൾ അവരുടെ ആ മജ്ലിസുകളുടെ മുകളിലേക്ക് താഴ്ത്തിയിടുകയും അത് ഒന്നാമത്തെ ആകാശത്തോളം അത് വ്യാപിക്കുകയും, ഒന്നാമത്തെ ആകാശം മുട്ടുന്ന രൂപത്തിൽ അവർ അവരുടെ ചിറകുകൾ കൊണ്ട് പടിപടിയായി അവർ ആകാശ ലോകത്തേക്ക്, ഒന്നാം ആകാശത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും. ഈ രൂപത്തിൽ മലക്കുകൾ അവരെ വലയം ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു മിൻഹും മാ യഖൂലു ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും. അല്ലാഹുവിനെ അറിയാഞ്ഞിട്ടല്ല ചോദിക്കുന്നത്, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. എന്നിരിക്കെ തന്നെ അവൻ ചോദിക്കും, മാ യഖൂലു ഇബാദിഹി, എൻ്റെ അടിമകൾ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മലക്കുകൾ പറയും, യഖൂലൂന യുസബ്ബിഹൂനക വ യുകബ്ബിറൂനക വ യഹ്മദൂനക വ യുമജ്ജിദൂനക. അല്ലാഹുവേ, നിന്നെ പുകഴ്ത്തുകയും നിന്നെ അതുപോലെ തന്നെ തസ്ബീഹ് പറയുകയും നിന്നെ തക്ബീർ ചൊല്ലുകയും നിന്നെ പിന്നെ തഹ്മീദ് ചെയ്യുകയും ഒക്കെയാണ് അവർ ചെയ്യുന്നത്, നിന്നെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ റഔനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ആ മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഔക, അല്ലാഹുവേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, വകൈഫ ലൗ റഔനി, അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ആ മലക്കുകൾ പറയും, ലൗ റഔക കാനു അശദ്ദ ലക ഇബാദതൻ വഅശദ്ദ ലക തംജീദൻ വതഹ്മീദൻ വഅക്സറ ലക തസ്ബീഹൻ. അവർ എങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ വളരെ കഠിനമായി അവർ നിന്നോട് ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ പുകഴ്ത്തുന്ന, നിന്നെ തസ്ബീഹ് പറയുന്നവരായി അവർ മാറും. അവർ കാണാതെ തന്നെ നന്നായി തസ്ബീഹ് ചെയ്യുന്നുണ്ട്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ കഠിനമായിക്കൊണ്ട് അവർ നിനക്ക് തസ്ബീഹും തഹ്മീദും ഒക്കെ ചെല്ലുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, ഫമാ യസ്അലൂനി, അവർ എന്താണ് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ആ മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന, അവർ നിന്നോട് ചോദിക്കുന്നത് നിന്റെ സ്വർഗമാണ്. അല്ലാഹു വീണ്ടും ചോദിക്കും, ഹൽ റഔഹ, ആ സ്വർഗത്തെ അവർ കണ്ടിട്ടുണ്ടോ? ആ മലക്കുകൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ് മാ റഔഹ, അവർ ആ സ്വർഗത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, ഫകൈഫ ലൗ അന്നഹും റഔഹ, അവർ എങ്ങാനും ആ സ്വർഗത്തെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ മലക്കുകൾ പറയും, ലൗ അന്നഹും റഔഹ കാനു അശദ്ദ അലൈഹാ ഹിർസൻ വഅശദ്ദ ലഹാ തലബൻ വഅഅളമ ഫീഹാ റഗ്ബതൻ. അവർ എങ്ങാനും ആ സ്വർഗത്തെ കണ്ടിരുന്നെങ്കിൽ അങ്ങേയറ്റം അവർ അത് ആഗ്രഹിക്കുകയും കൊതിക്കുകയും അങ്ങേയറ്റം കഠിനമായിക്കൊണ്ട് അവർ അത് ആവശ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, ഫമിമ്മ യതഅവ്വദൂൻ, എന്തിൽ നിന്നാണ് അവർ ശരണം തേടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ മലായിക്കത്തുകൾ പറയും, മിനന്നാർ, അല്ലാഹു കത്തിയാളുന്ന നരകത്തിൽ നിന്നാണ് അവർ ശരണം തേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, ഹൽ റഔഹ, അവർ ആ നരകത്തെ കണ്ടിട്ടുണ്ടോ? അവർ പറയും, ലാ വല്ലാഹി യാ റബ്ബ് മാ റഔഹ, അവർ ആ നരകത്തെ കണ്ടിട്ടില്ല. അല്ലാഹു വീണ്ടും ചോദിക്കും, ഫകൈഫ ലൗ റഔഹ, ആ നരകത്തെ അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ പറയും, ലൗ റഔഹ കാനു അശദ്ദ മിൻഹാ ഫിറാറൻ വഅശദ്ദ ലഹാ മഖാഫതൻ, അവർ എങ്ങാനും അത് കണ്ടിരുന്നെങ്കിൽ അവർ അങ്ങേയറ്റം അതിൽ നിന്ന് ഓടി ഒളിക്കുന്നവരും അങ്ങേയറ്റം അതിനെ ഭയപ്പെടുന്നവരുമായിരിക്കും
ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഫഉഷ്ഹിദുക്കും അന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുകയാണ്, ഞാനിതാ അവർക്ക് മുഴുവൻ അവരുടെ പാപങ്ങളും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും യഖൂലു മലകും മിനൽ മലായിക, മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് അല്ലാഹുവിനോട് പറയും ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും, അവരിലൊരാളുണ്ട് അയാൾ അവരിൽപ്പെട്ടവനല്ല. ഇന്നമാ ജാഅ ലിഹാജത്തിൻ, അവൻ അവൻ്റേതായ എന്തോ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ആ മജ്ലിസിൽ വന്നിരുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കുന്ന വേളയിൽ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി പറയും ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരൊരു കൂട്ടക്കാരാണ്, അവരൊരു ഇരുത്തക്കാരാണ്, അവരുടെ കൂടെ ഇരുന്നവരാരും ദൗർഭാഗ്യവാന്മാരാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമ്മളൊക്കെ നമ്മുടെ നീയത്ത് നല്ലൊരു നീയത്ത് ആക്കുകയാണ് എങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന നല്ല തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവൻ എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നസീബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.